Hello everyone, welcome to Crack with Jack Malayalam channel. ഇന്ന് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൻ്റെ നെക്സ്റ്റ് 8 to 13 വരെയുള്ള റൂൾസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്ക് യൂസ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എറർ സ്പോട്ടിംഗ് ഇല്ലേ, സ്പോട്ടിംഗ് ദ എറർ അല്ലെങ്കിൽ എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസിലൊക്കെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എറേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ റൂൾസ് പഠിച്ചാൽ എറേഴ്സ് കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ റൂൾ നമ്പർ 8 ആണ് ഫസ്റ്റ് വൺ. If two subjects are joined by, with, along with, together with, as well as much as, rather than, besides, except, in addition to, in the company of, like, unlike, led by, headed by, guided by, controlled by, governed by, accompanied by, the verb agrees with the first subject. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ the teachers, the first എക്സാമ്പിൾ കണ്ടില്ലേ, the teachers together with the students have gone for the exhibition. അപ്പോൾ ഇവിടെ എന്താണ്, രണ്ട് സബ്ജക്ട്സ് ആണ്. ടീച്ചേഴ്സ് ഒരു സബ്ജക്റ്റാണ്, പിന്നെ ഏതാണ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സബ്ജക്റ്റാണ്, സെക്കൻഡ് സബ്ജക്റ്റാണ്. അപ്പോൾ ഈ രണ്ട് സബ്ജക്ട്സിൽ ഈ വേർഡ്സ്, അതായത് വിത്ത്, എലോങ് വിത്ത്, ടുഗെദർ വിത്ത് മുതൽ അക്കംപനൈഡ് ബൈ വരെയുള്ള വേർഡ്സ് അല്ലേ, അത് ഇടയിൽ വരികയാണെങ്കിൽ, അതായത് ദ ടീച്ചേഴ്സ് ടുഗെദർ വിത്ത് ദ സ്റ്റുഡൻസ് അങ്ങനെ വരികയാണെങ്കിൽ, അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ ഇവിടെ ടുഗെദർ വിത്താണ് വന്നിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ ദ ടീച്ചേഴ്സ് ടുഗെദർ വിത്ത് ദ സ്റ്റുഡൻസ് ആണെങ്കിൽ ആ ഗോൺ ഫോർ ദ എക്സിബിഷൻ അല്ലേ. അപ്പോൾ ഹാസ് ആണോ ഹാവ് ആണോ വരിക, അതായത് സിംഗുലർ ആണോ വരിക അതോ പ്ലൂറൽ ആണോ വരിക, വേർബിന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ ദ ടീച്ചേഴ്സ് ടുഗെദർ വിത്ത് ദ സ്റ്റുഡൻസ് ഹാവ് ഗോൺ ഫോർ ദ എക്സിബിഷൻ എന്നാണ് വരിക. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത് ഇവിടുത്തെ ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, പ്ലൂരലാണ് അല്ലേ. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്ലൂരലാണ്, അതുകൊണ്ട് എന്ത് വേർബാണ് വരിക, പ്ലൂരൽ വേർബാണ് വരിക, ഹാസ് വരില്ല. അപ്പോൾ ടീച്ചേഴ്സ് ടുഗെദർ വിത്ത് ദ സ്റ്റുഡൻസ് ഹാവ് ഗോൺ ഫോർ ദ എക്സിബിഷൻ എന്നാണ് വരിക. അപ്പോൾ ടുഗെദർ വിത്ത് അല്ലെങ്കിൽ എലോങ് വിത്ത്, വിത്ത്, ആസ് വെൽ ആസ് മച്ച് ആസ്, റാദർ ദാൻ, ബിസൈഡ്സ് തുടങ്ങിയിട്ടുള്ള ഇതിൽ കൊടുത്തിരിക്കുന്ന ഇത്രയും വേർഡ്സ് വരികയാണെങ്കിൽ ഏതാ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഫസ്റ്റ് സബ്ജക്റ്റാണ് ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുക, ദ ഡയറക്ടർ ആസ് വെൽ ആസ് ദ ആക്ടേഴ്സ്. ദ ഡയറക്ടർ, അപ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റ് അവിടെ സിംഗുലർ ആണ്, ദ ഡയറക്ടർ ആണ്. സെക്കൻഡ് സബ്ജക്റ്റ് ആണെങ്കിലോ ആക്ടേഴ്സ് ആണ് അല്ലേ. സെക്കൻഡ് സബ്ജക്റ്റ് ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് പ്ലൂരലാണ്, പ്ലൂറൽ സബ്ജക്റ്റാണ്. പക്ഷേ ഇവിടെ ഡയറക്ടർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പോൾ ഇതിൽ ഏത് വേർബാണ് വരേണ്ടത്, നമ്മൾ ആക്ടേഴ്സിനെയാണോ അഗ്രി ചെയ്യേണ്ടത് അതോ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഈ സബ്ജക്റ്റിനെയാണോ അഗ്രി ചെയ്യേണ്ടത്, ദ ഫസ്റ്റ് സബ്ജക്റ്റ്. ഓക്കെ, ദ വേർബ് മസ്റ്റ് ഫോളോ ദ വേർബ് അഗ്രീസ് വിത്ത് ദ ഫസ്റ്റ് സബ്ജക്റ്റ്. അപ്പോൾ ദ ഡയറക്ടർ ആസ് വെൽ ആസ് ദ ആക്ടേഴ്സ്, ആസ് വെൽ ആസ് വന്നതുകൊണ്ടാണ്. ഓക്കെ, ആസ് വെൽ ആസ് വരികയാണെങ്കിൽ ദ ഡയറക്ടർ ആസ് വെൽ ആസ് ദ ആക്ടേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് സബ്ജക്റ്റ്, അതായത് ഡയറക്ടറിൻ്റെ വേർബ്, ഡയറക്ടർ എന്ന് പറഞ്ഞാൽ സിംഗുലർ സബ്ജക്റ്റ് അല്ലേ, അപ്പോൾ അതുപോലെ ഇസ് ആണ് വരേണ്ടത്. അപ്പോൾ സിംഗുലർ വേർബാണ് അവിടെ വരേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ടുഗെദർ വിത്ത്. ഓക്കെ, അപ്പോൾ വിത്ത്, എലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ആസ് വെൽ ആസ് മച്ച് ആസ് മുതൽ അക്കംപനൈഡ് ബൈ വരെ ഒരേ റൂളാണ്, ഫസ്റ്റ് സബ്ജക്റ്റാണ് ഫോളോ ചെയ്യേണ്ടത്. ദ വേർബ് അഗ്രി ചെയ്യേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റിനെയാണ്. സോ ഷീ ടുഗെദർ വിത്ത് ഹർ ഫ്രണ്ട്സ്, ഇസ് ആണോ ആണോ എന്നാണ് അല്ലേ നമുക്ക് ഡൗട്ട് വരിക. അത് ഷീ ടുഗെദർ വിത്ത്, അപ്പോൾ ടുഗെദർ വിത്ത് വന്നതുകൊണ്ട് ഷീ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സബ്ജക്റ്റ്, പിന്നെ വരുന്ന ഏതാണ്, ഹർ ഫ്രണ്ട്സ് ആണ്. സോ ഈസ് വിസിറ്റിംഗ് ഹർ അങ്കിളാണ്, ആർ വിസിറ്റിംഗ് വരില്ല. സോ ഇത് കൺഫ്യൂസിങ് ആവും, കാരണം ഷീ ടുഗെദർ വിത്ത് ഹർ ഫ്രണ്ട്സ് ആർന്നും ആയിരിക്കും നമ്മൾ പെട്ടെന്ന് കൊടുത്തു പോവുക ആൻസർ, പക്ഷേ അത് തെറ്റാണ്. ഓക്കെ, ബിക്കോസ് നമ്മൾ എന്താണ് ഫസ്റ്റ് സബ്ജക്റ്റിനെയാണ് ഫോളോ ചെയ്യേണ്ടത്, ഷീ ആണ്. ഷീ ഈസ് എ സിംഗുലർ സബ്ജക്റ്റ്, അപ്പം അവിടുത്തെ വേർബ് ഏതായിരിക്കണം, സിംഗുലർ വേർബ് ആയിരിക്കണം. ഇനി വീണ ഇൻ ദ കമ്പനി ഓഫ് ഹർ നെയ്ബേഴ്സ്, വാസ് പ്ലേയിങ് ആണോ വെയർ പ്ലേയിങ് ആണോ വരേണ്ടത്, വീണ ഫസ്റ്റ് സബ്ജക്റ്റാണ് നോക്കേണ്ടത്. ബിക്കോസ് ഇൻ ദ കമ്പനി ഓഫ്, പിന്നെന്താണ് ലൈക്ക്, അൺലൈക്ക്, ഇൻ അഡീഷൻ ടു, ഇൻ ദ കമ്പനി ഓഫ് ഒക്കെ വരികയാണെങ്കിൽ എന്താ വരേണ്ടത്, ഫസ്റ്റ് സബ്ജക്റ്റാണ് ഫോളോ ചെയ്യേണ്ടത്. സോ വീണ ഇൻ ദ കമ്പനി ഓഫ് ഹർ നെയ്ബേഴ്സ്, വീണ വരികയാണെങ്കിൽ ഏതാ ഫസ്റ്റ് സബ്ജക്റ്റ്, ഏതാ ഫസ്റ്റ് ഐ മീൻസ് സിംഗുലർ വേർബ് ഏതാണ്, വാസ് ആണ് അല്ലേ. അപ്പോൾ വാസ് പ്ലേയിങ്. ഇനി നെക്സ്റ്റ് വൺ, ദ ഓഫീസേഴ്സ് അക്കംപനൈഡ് ബൈ ദ സബോർഡിനേറ്റ്സ് ഹാവ് അറ്റാക്ട് ദ എനിമീസ് ആണ്. അതായത് ഓഫീസേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്, പിന്നെ അക്കംപനൈഡ് ബൈ ദ സബോർഡിനേറ്റ്സ് അതാണ് സെക്കൻഡ് സബ്ജക്റ്റ്. അപ്പോൾ ഇതിൽ ഏതാണ് ഫസ്റ്റ് സബ്ജക്റ്റ്, അക്കംപനൈഡ് ബൈ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതാ ഫോളോ ചെയ്യേണ്ടത്, ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്. ഫസ്റ്റ് സബ്ജക്റ്റ് ഇതിൽ ഏതാണ്, ദി ഓഫീസേഴ്സ്. അപ്പോൾ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് പ്ലൂരൽ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഏത് വേർബാണ് യൂസ് ചെയ്യേണ്ടത്, ഹാവ് ആണ്. സോ ദി ഓഫീസേഴ്സ് അക്കംപനൈഡ് ബൈ ദ സബോർഡിനേറ്റ്സ് ഹാവ് അറ്റാക്ട് ദ എനിമീസ്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ, ഗോകുൽ ബിസൈഡ്സ്, കണ്ടു ഇവിടെ ബിസൈഡ്സ് ഉണ്ട്, അതേപോലെ എക്സെപ്റ്റ് ഉണ്ട്. ഓക്കെ, റാദർ ദാൻ, ആസ് മച്ച് ആസ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് സബ്ജക്റ്റ് ആണ് ഫോളോ ചെയ്യേണ്ടത്. സോ ദ ഗോകുൽ ബിസൈഡ്സ്
ബിസൈഡ്സ് ഹിസ് ഫാമിലി. അപ്പോൾ ഹിസ് ഫാമിലി ഉണ്ട്, പിന്നെ അതേപോലെ ഗോകുലാണ് ഫസ്റ്റ് സബ്ജക്റ്റ്, ഹിസ് ഫാമിലിയാണ് സെക്കൻഡ് സബ്ജക്റ്റ്. ഹാസ് ഗോൺ ടു USA എന്നാണ് വരിക, ഹാവ് വരില്ല, ബിക്കോസ് ഹാസ് സിംഗുലർ വേർബാണ് വരിക, കാരണം ഗോകുൽ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ വേർബ് ഷുഡ് ഫോളോ അഗ്രി ദ ഫസ്റ്റ് സബ്ജക്റ്റ്. ദ ചിൽഡ്രൻ ഇൻ അഡീഷൻ ടു ദിയർ ഫാദർ ഹാവ് സീൻ ദ ഫിലിം. അപ്പോൾ ഫസ്റ്റ് വൺ ഏതാണ്? ദ ചിൽഡ്രൻ ഇൻ അഡീഷൻ ടു ദിയർ ഫാദർ അല്ലേ. അപ്പോൾ ഫാദർ എന്ന് പറയുന്നത് എന്താണ്? ടു ദിയർ ഫാദർ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. പക്ഷേ ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലൂരൽ ആണ്. അപ്പോൾ ദ ചിൽഡ്രൻ ഇൻ അഡീഷൻ ടു ദിയർ ഫാദർ ഹാവ് സീൻ ദ ഫിലിം ആണ്, ഹാവ് ആണ് വന്നത്, പ്ലൂറൽ വേർബ് ആണ് വന്നത്, ബിക്കോസ് ഫസ്റ്റ് സബ്ജക്റ്റിനാണ് അഗ്രി ചെയ്യേണ്ടത്. ചിൽഡ്രൻ ആണ് ഫസ്റ്റ് സബ്ജക്റ്റ്. ഇത് ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് വൺ, റൂൾ നമ്പർ 9. If two subjects are joined by neither nor, either or, not only but also, both and, or, nor, none but, the verb agrees with the second subject. ഓക്കെ, അപ്പോൾ ഈ കേസസിലെല്ലാം ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം. നെയ്തർ നോർ, ഐദർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഇങ്ങനെ പഠിച്ചു വെക്കണം. അങ്ങനത്തെ ടേംസ് വരികയാണെങ്കിൽ, രണ്ട് സബ്ജക്ട്സിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ടേംസാണ് വരുന്നതെങ്കിൽ വേർബ് അഗ്രി ചെയ്യേണ്ടത് സെക്കൻഡ് സബ്ജക്റ്റിനെ ആയിരിക്കും. മനസ്സിലായോ? അതായത് ഐദർ ജോൺ ഓർ ഗോപാൽ ഹാസ് ടേക്കൺ മൈ ബുക്ക് എന്നാണ് വരിക. കാരണം ജോണിനല്ല, നമ്മളിപ്പോൾ ജോൺ ആണെങ്കിലും അവിടെ ഏതാണെങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കിയാൽ മതി. ഐദർ ജോൺ ഓർ ഗോപാൽ ഹാസ് ടേക്കൺ മൈ ബുക്ക്. ഗോപാൽ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നെയ്തർ ദ സോൾജേഴ്സ് നോ ദിയർ കമാൻഡർ ഇസ് ടു ബി ബ്ലെയിംഡ് ആണോ ആർ ടു ബി ബ്ലെയിംഡ് ആണോ എന്ന് കൺഫ്യൂഷൻ വരും. കാരണം എന്താ വെച്ചാൽ നെയ്തർ ദ സോൾജേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, സോൾജേഴ്സ്. നോ ദിയർ കമാൻഡർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇസ് കൊടുക്കണോ ആറ് കൊടുക്കണോ എന്ന് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഏതാ കൊടുക്കേണ്ടത്? സെക്കൻഡ് സബ്ജക്റ്റിനെയാണ് വേർബ് അഗ്രി ചെയ്യേണ്ടത്, വേർബ് ഫോളോ ചെയ്യേണ്ടത് സെക്കൻഡ് സബ്ജക്റ്റിനെയാണ്. സെക്കൻഡ് സബ്ജക്റ്റ് ഇതിൽ ഏതാണ്? കമാൻഡർ ആണ്. സോ കമാൻഡർ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് സിംഗുലർ വേർബ് ആയിട്ടുള്ള ഇസ് ആണ് കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് വൺ, നൈദർ യു നോർ ഷീ is listening to the music, because verb ഏതാ ഫോളോ ചെയ്യേണ്ടത്? സെക്കൻഡ് സബ്ജക്റ്റ്. നൈദർ നോർ വരികയാണെങ്കിൽ ഷീ, നൈദർ യു ആണ് ഫസ്റ്റ് സബ്ജക്റ്റ്, ഷീ ആണ് സെക്കൻഡ് സബ്ജക്റ്റ്. അപ്പോൾ സെക്കൻഡ് സബ്ജക്റ്റിനെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഷീ ഈസ് ലിസണിങ് ടു മ്യൂസിക്. നോട്ട് ഓൺലി മൈ മദർ ബട്ട് ഓൾസോ മൈ ഫാദർ ഈസ് കമ്മിങ് ടു ദ മീറ്റിംഗ്. ഇതിലേതാണ്? മദർ ആണ് ഫസ്റ്റ് സബ്ജക്റ്റ്, സെക്കൻഡ് സബ്ജക്റ്റ് ഏതാണ്? മൈ ഫാദർ ആണ്, ഫാദറാണ് സെക്കൻഡ് സബ്ജക്റ്റ്. സോ നോട്ട് ഓൺലി മൈ മദർ ബട്ട് ഓൾസോ മൈ ഫാദർ ഈസ് കമ്മിങ് ടു ദ മീറ്റിംഗ്. സെക്കൻഡ് സബ്ജക്റ്റ് എന്താണ്? സിംഗുലർ ആണ്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ, നൈദർ യു നോർ ഐ ആം ഗോയിങ് ടു സീ ഹിം. അവിടെ എന്തുകൊണ്ടാണ് ഐ ആം വന്നത്? യു ആണ് ഫസ്റ്റ് സബ്ജക്റ്റ്, ഐ ആണ് എന്ത്? സെക്കൻഡ് സബ്ജക്റ്റ് അല്ലേ. നൈദർ യു നോർ ഐ അല്ലേ, സെക്കൻഡ് സബ്ജക്റ്റിൻ്റെ അഗ്രി ചെയ്യുന്ന വേർബ് ആയിരിക്കണം. അപ്പോൾ സെക്കൻഡ് സബ്ജക്റ്റിൻ്റെ ഇപ്പം ഐ എപ്പോഴും എന്താ വരിക? ഐ കഴിഞ്ഞാൽ എപ്പോഴും എന്താ വരിക? ആം ആണ് വരിക. അല്ലാതെ ഐ വാസ് എന്ന് പറയുമോ? ഐ ആം ഗോയിങ് ടു സീ ഹിം, ഐ ഈസ് ഗോയിങ് ടു സീ ഹിം എന്ന് പറയുമോ? ഇല്ല. ഐ ആം ഗോയിങ് ടു സീ ഹിം അല്ലേ. ഗോയിങ് ആകുമ്പം ഐ ഇസ് എന്ന് പറയുമോ? ഇല്ല, അത് ഗ്രാമാറ്റിക്കലി റോങ് ആണ്. അതുകൊണ്ടാണ് ഐ എപ്പോഴും എന്താ വരിക? ഐ കഴിഞ്ഞാൽ എപ്പോഴും എന്താ വരിക? ഐ ആം ആണ് വരിക. ഓക്കെ, സോ നൈദർ യു നോർ ഐ ആം ഗോയിങ് ടു സീ ഹിം. ഐദർ ഹി ഓർ ഹിസ് പേരൻസ് ഡാഷ് കം ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ അവിടെ ഹാസ് ആണോ ഹാവ് ആണോ വരിക? ഐദർ ഓർ വന്നതുകൊണ്ട് എപ്പോഴും വേർബ് അഗ്രി ചെയ്യുന്നത് സെക്കൻഡ് സബ്ജക്റ്റിനെ ആയിരിക്കും. അപ്പോൾ ഐദർ ഹി എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഓർ ഹിസ് പേരൻസ് എന്ന് പറയുന്നത് പ്ലൂരൽ സബ്ജക്റ്റ് ആണ്. അപ്പോൾ വേർബ് ഫോളോ ചെയ്യേണ്ടത് ഏതാണ്? സെക്കൻഡ് സബ്ജക്റ്റ് ആണ്, അതായത് ഹിസ് പേരൻസ് ആണ് അല്ലേ. അപ്പോൾ ഹിസ് പേരൻസ് ഹാവ് കം ആണ് വരേണ്ടത്. അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് റൂൾ നമ്പർ 10. If two singular nouns are joined with and, but before them there is each or every etc., then it takes a singular verb. ഓക്കെ, അതായത് രണ്ട് സിംഗുലർ നൗൺസ്, ഇപ്പോൾ ബോയ് ഗേൾ, ഇപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ ഏതൊക്കെയാണ്? ബോയ് ഗേൾ. ഓക്കെ, അപ്പം രണ്ട് സിംഗുലർ നൗൺസ് ജോയിൻ വിത്ത് എന്താണ്? and, join with and, but before them there is each every, അതായത് each boy and each girl of this class. അപ്പോൾ അവിടെ എന്താ വരേണ്ടത്? സിംഗുലർ വേർബാണ്. ദാറ്റ് ഈസ് ഇൻ്റലിജൻറ്റ്. ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ ഓഫ് ദിസ് ക്ലാസ് ഈസ് ഇൻ്റലിജൻറ്റ് എന്നാണ് വരിക. ഓക്കെ, അതേപോലെ എവരി ബോയ് ആൻഡ് എവരി ഗേൾ ഓഫ് ദിസ് ക്ലാസ് ഈസ് ഇൻ്റലിജൻറ്റ്. ഓക്കെ, അതായത് ഇവിടെ ആൻഡ് വന്നിട്ടുണ്ട്. പിന്നെ രണ്ട് നൗൺസ്, രണ്ട് സിംഗുലർ നൗൺസ്, രണ്ട് പ്ലൂറൽ നൗൺസ് അല്ല, രണ്ട് സിംഗുലർ നൗൺസ് ആർ ജോയിൻഡ് വിത്ത് ആൻഡ്, പിന്നെ ഏത് വരണം? ഈച്ച്, അതേപോലെ
എവരി, ഇതിലേതെങ്കിലും ഒരെണ്ണം വരണം. ഓക്കെ, സോ എവരി ബോയ് ആൻഡ് എവരി ഗേൾ. അപ്പം നമ്മൾ വിചാരിക്കും എവരി ബോയ് എന്ന് പറഞ്ഞാൽ എല്ലാ ബോയ് അല്ലേ, അപ്പോൾ എന്താണ് പ്ലൂറൽ അല്ലേ വേർബ് എന്ന് തോന്നും, പക്ഷെ അങ്ങനെയല്ല, അത് റോങ് ആണ്. ഓക്കെ, സോ എവരി ബോയ് ആൻഡ് എവരി ഗേൾ ഓഫ് ദിസ് ക്ലാസ് ഈസ് ഇൻ്റലിജൻറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, എവരി ബോയ് ആൻഡ് ഗേൾ. എവരി ബോയ് ആൻഡ് ഗേൾ was present in the class yesterday. Every boy and girl was present in the class yesterday. Okay, so അപ്പോൾ ഈ റൂൾ നമ്പർ 10 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് റൂളിലേക്ക് പോകാം, റൂൾസിലോട്ട് പോകാം. ദാറ്റ് ഈസ് റൂൾ നമ്പർ 11. ഇഫ് ദ സബ്ജക്റ്റ് ഓഫ് എ സെൻറ്റൻസ് ഇസ് either neither each or every, then it take a singular verb. അതായത് സബ്ജക്റ്റ് തന്നെ എന്താണ്, ഒന്നെങ്കിൽ എന്താണ് നെയ്തർ, ഐദർ അല്ലെങ്കിൽ ഈച്ച് അല്ലെങ്കിൽ എവരി. സബ്ജക്റ്റ് തന്നെ അതാണെങ്കിൽ, ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് അതാണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ഏതാണ്, സിംഗുലർ വേർബാണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഈച്ച് ക്യാൻ, കണ്ടോ ഈച്ചാണ് ഇവിടെ സബ്ജക്റ്റ്. ഈച്ച് ക്യാൻ ടേക്ക് ആണോ ടേക്സ് ആണോ? ഈച്ച് ക്യാൻ ടേക്സ് ഹിസ് ടേൺ ഓൺ ദ വീൽ ഓഫ് ലൈഫ്. കാരണം ഈച്ചാണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ വേർബ് അല്ലേ, വേർബ് എന്താണ്, ടേക്സ് എന്ന് പറയുന്നത് എന്താണ്, സിംഗുലർ വേർബാണ്. പക്ഷേ ഇതിൻ്റെ പ്ലൂരൽ വേർബ് ഏതാണ്, ടേക്ക് ആണ് അല്ലേ. അപ്പോൾ ടേക്ക് അല്ല എടുക്കേണ്ടത്, ഈച്ച് ക്യാൻ ടേക്സ് ഹിസ് ടേൺ ഓൺ ദ വീൽ ഓഫ് ലൈഫ് ആണ്. ബിക്കോസ് ഈച്ച് എന്ന് പറയുന്നത് എന്താണ്, ഈച്ചാണ് സബ്ജക്റ്റ് അല്ലേ. ഇതിനകത്ത് ഈച്ച്, എവരി അല്ലെങ്കിൽ ഐദർ, നെയ്തർ വരികയാണെങ്കിൽ സിംഗുലർ വേർബാണ് എടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുക. ഐ ഇൻവൈറ്റഡ് 2 ഗസ്റ്റ് ബട്ട് നെയ്തർ ഹാസ് കം. ഓക്കെ, നെയ്തർ, ഐദർ ഒക്കെ വരികയാണെങ്കിലും എന്താ എടുക്കേണ്ടത്, സിംഗുലർ വേർബാണ്. അതുകൊണ്ടാണ് ഇവിടെ ഹാസ് കം വന്നത്. ഐ പ്രപ്പോസ്ഡ് ബോത്ത് ദ ഗേൾസ് ബട്ട് ഐദർ വാസ് റെസ്പോണ്ടഡ്. കണ്ടോ, ഐദർ വന്നുകൊണ്ടാണ്. ഇവിടെ സബ്ജക്റ്റ് തന്നെ ഐദറാണ്, ബട്ട് ഐദർ വാസ് റെസ്പോണ്ടഡ്. ഈച്ച് വൺ ഓഫ് ദ സ്നേക്സിലെ ഈച്ച് വൺ, ഓരോ അല്ലേ, ഈച്ച് വൺ ഓഫ് ദ സ്നേക്സ് ഈസ് പോയ്സണസ്. If the subject of the sentence either, neither, each, every, then it take a singular verb. ഇനി റൂൾ നമ്പർ 12. ജീറണ്ട് ഫോളോഡ് ബൈ സിംഗുലർ വേർബ്. എന്താണ് ജീറണ്ട് ഫോം? ജീറണ്ട് ഫോം എന്ന് പറഞ്ഞാൽ വേർബിൻ്റെ കൂടെ ing വരികയാണെങ്കിൽ അതിനെന്താ നമ്മൾ പറയാം, ജീറണ്ട് ഫോം എന്നാണ് പറയാം. ഓക്കെ, അതായത് പ്ലേ എന്ന് പറയുന്നത് എന്താണ്, വേർബാണ് അല്ലേ. പ്ലേ എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്ലൂരൽ വേർബാണ്. ഇതിന് സിംഗുലർ വേർബ് ഏതാണ്, പ്ലേസ് ആണ്. ഓക്കെ, സിംഗുലർ വേർബാണ് പ്ലേസ്. ഇനി ഈ വേർബിൻ്റെ കൂടെ ing ഫോം, അതായത് പ്ലേ പ്ലസ് ing, ദാറ്റ് ഈസ് പ്ലേയിങ് അല്ലേ, പ്ലേയിങ്. അപ്പോൾ അങ്ങനെ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ജീറണ്ട് ഫോം ഓഫ് ദി വേർബ്. പക്ഷേ ഈ വേർബ് എന്തായിട്ട് ആക്ട് ചെയ്യും, നൗണായിട്ട് ആക്ട് ചെയ്യുക ഒരു സെൻറ്റൻസിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സിംഗുലർ. അപ്പം ആ നൗണായിട്ട് ആക്ട് ചെയ്യുന്ന വേർബിൻ്റെ കൂടെ ing ഫോം ചെയ്യുന്നതിനാണ് ജീറണ്ട് ഫോം. ഓക്കെ, പക്ഷെ അത് എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു സെൻറ്റൻസിൽ നൗണായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ജീറണ്ട് എന്ന് പറയുന്നത്. സോ ജീറണ്ട് ഫോളോഡ് ബൈ സിംഗുലർ വേർബ്. അപ്പോൾ എപ്പോഴും എന്താ, പ്ലേയിങ് വിത്ത് മാഡ് ഡോഗ്സ്. ഇപ്പോൾ ഇവിടെ എന്താണ്, ജീറണ്ടാണ്, ജീറണ്ട് ഫോം ഓഫ് ദി വേർബാണ്. പ്ലേയുടെ ജീറണ്ട് ഫോമാണ് പ്ലേയിങ്. ദാറ്റ് ഈസ് ഇപ്പോൾ ഇവിടെ നൗണായിട്ടാണ് ഇവിടെ പ്ലേയിങ് വരുന്നത്. സോ പ്ലേയിങ് വിത്ത് മാഡ് ഡോഗ്സ് ഈസ് വെരി ഡേഞ്ചറസ്. ഓക്കെ, അപ്പോൾ സിംഗുലർ ആണ് വരിക. സ്മോക്കിംഗ് ഇൻസൈഡ് ദ ബസ്സസ് ഈസ് പണിഷബിൾ. ഇനി ലാസ്റ്റ് റൂളാണ് റൂൾ നമ്പർ 13. Certain nouns are plural in form but singular in meaning, hence they take singular verb. അതായത് ചില നൗൺസ് ഉണ്ട്, അത് കാണുമ്പം അതെന്തായിരിക്കും, പ്ലൂറൽ ആയിരിക്കും. ഓക്കെ, കാരണം ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് എസ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, പക്ഷെ അതിൻ്റെ മീനിങ്ങിൽ അതെന്തായിരിക്കും, സിംഗുലർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ വേർബ് എന്തായിരിക്കും വരിക, സിംഗുലർ വേർബ് ആയിരിക്കും. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നെയിം ഓഫ് ദ ഡിസീസസ്. ഇപ്പോൾ മീസിൽസ് എല്ലാവർക്കും അറിയില്ലേ, മീസിൽസ് മീൻസ് 5ാം പനി. സോ മംസ്, റിക്കറ്റ്സ്, ഷിംഗിൾസ്. മീസിൽസ്, മംസ്, റിക്കറ്റ്സ്, ഷിംഗിൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ പോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്കിൻ റാഷസ് ആണ്. ഓക്കെ, റിക്കറ്റ്സ് അറിയാം, മംസ് അറിയാം അല്ലേ. സോ നെയിം ഓഫ് ദ ഡിസീസസ്, ഈ ഡിസീസസിൻ്റെ നെയിംസ് ഒക്കെ ഇപ്പോൾ ലാസ്റ്റ് എസ് നമുക്ക് കാണുമ്പോൾ എന്താണ്, അതൊരു പ്ലൂറൽ ഫോമാണ്. മംസ്, റിക്കറ്റ്സ്, ഷിംഗിൾസ്. അപ്പോൾ ലാസ്റ്റ് ലെറ്റർ എന്താണ്, എസ് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. പക്ഷെ അതെന്താണ്, അത് മീനിങ്ങിൽ അതെന്താണ്, സിംഗുലർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ്, സിംഗുലർ വേർബാണ്. ഓക്കെ,
സിംഗുലർ വേർബ് ആയിരിക്കണം ഇതിന് ശേഷം വരേണ്ടത് സെൻറ്റൻസിൽ. അതേപോലെ തന്നെ നെയിം ഓഫ് ദി ഗെയിംസ്, ബില്ലിയാർഡ്സ്, ഡാർട്സ്, ഡ്രോട്ട്സ് എക്സെട്ര, അതും എന്താണ് സിംഗുലർ വേർബ് ആയിരിക്കണം എഗ്രി ചെയ്യേണ്ടത്. ഇനി നെയിം ഓഫ് ദ കൺട്രീസ്, ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ദ വെസ്റ്റ് ഇൻഡീസ്, ഇതൊക്കെ എന്താണ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇസ് എന്നാണ് വരേണ്ടത്. അതായത് സിംഗുലർ വേർബാണ് വരേണ്ടത്. അല്ലാതെ ലാസ്റ്റ് എസ് ഉണ്ട് അപ്പോൾ ഇത് പ്ലൂറൽ ആണെന്ന് എന്ത് ചെയ്യാൻ പാടില്ല, തോന്നാൻ പാടില്ല. ഓക്കെ, അത് ഒരൊറ്റ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. നെയിം ഓഫ് ദ ബുക്സ്, ഇപ്പോൾ ദി അറേബ്യൻ നൈറ്റ്സ്, ത്രീ മസ്കീറ്റേഴ്സ്. സോ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബുക്സിൻ്റെ പേരാണെങ്കിലും ദ അറേബ്യൻ നൈറ്റ്സ് ആർ എന്ന് പറയും. ആ ഒരു ബുക്ക് എന്ന് പറയുന്ന ഒരൊറ്റ സാധനമല്ലേ. അപ്പം ബുക്കിൻ്റെ പേരിൽ പ്ലൂറൽ ഫോം ആണെങ്കിൽ കൂടി നമ്മൾ എന്താ പറയേണ്ടത്, ദി അറേബ്യൻ നൈറ്റ്സ് ഇസ് ആണ്. ദി അറേബ്യൻ നൈറ്റ്സ് ഇസ് മൈ ഫേവറേറ്റ് ബുക്ക്, ഇങ്ങനെയാണ് പറയേണ്ടത്. ഇനി നെയിം ഓഫ് ദ സബ്ജക്ട്സ്, ഇപ്പോൾ ഫിസിക്സ്, എക്കണോമിക്സ്, സിവിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പൊളിറ്റിക്സ്, ലിംഗ്വിസ്റ്റിക്സ് എക്സെട്ര, ഇതൊക്കെ എന്താണ് സബ്ജക്റ്റിൻ്റെ പേരാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ പറയുക, എക്കണോമിക്സ് ഇസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്, സിവിക്സ് ഇസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്. അപ്പം സബ്ജക്ട്സിൻ്റെ പേരാണെങ്കിലും അവിടെ എന്താണ് സിംഗുലർ വേർബാണ് വരേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. അതായത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ, പൊളിറ്റിക്സ് ഡാഷ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഇതെന്താണ്, പൊളിറ്റിക്സ് ഇസ് ആണോ ആറാണോ വരിക, പൊളിറ്റിക്സ് ഡാഷ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ദാറ്റ് ഈസ് പൊളിറ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്, ഇവിടെ സബ്ജക്റ്റ് ആണ്. സോ പൊളിറ്റിക്സ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്, ഇസ് ആണ്, സിംഗുലർ വേർബ്. ഓക്കെ, പൊളിറ്റിക്സ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. പക്ഷേ അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ എടുക്കാം. പൊളിറ്റിക്സ് ഓഫ് ദീസ് ലീഡേഴ്സ് ഡാഷ് not in favor of this country, not in favor of this country. ഓക്കെ, പൊളിറ്റിക്സ് ഓഫ് ദീസ് ലീഡേഴ്സ്, അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ആണോ, ഈ ലീഡേഴ്സിൻ്റെ പൊളിറ്റിക്സ് എന്നുള്ള സബ്ജക്റ്റ് ആണോ, അല്ല, ഈ ലീഡേഴ്സിൻ്റെ പൊളിറ്റിക്സ് അല്ലേ. അപ്പോൾ പൊളിറ്റിക്സ് ഓഫ് ദീസ് ലീഡേഴ്സ് ഇസ് നോട്ട് ഇൻ ഫേവർ ഓഫ് ദിസ് കൺട്രി അല്ല വരിക. ബിക്കോസ് എന്താണ്, പൊളിറ്റിക്സ് ഇവിടെ എന്തല്ല, സബ്ജക്റ്റ് അല്ല. ഓക്കെ, ഇത് ഇവിടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് അല്ല മീൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ വരേണ്ടത്, ആറാണ്. ഓക്കെ, പൊളിറ്റിക്സ് ഓഫ് ദീസ് ലീഡേഴ്സ് ആർ നോട്ട് ഇൻ ഫേവർ ഓഫ് ദിസ് കൺട്രി. അപ്പോൾ ഇതെന്താണ്, ഒരു എക്സെപ്ഷണൽ കേസാണ്. എക്സെപ്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ പൊളിറ്റിക്സ് സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, പ്ലൂറൽ വേർബ് യൂസ് ചെയ്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പം ഞാൻ പറയാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്ന് പറയും. പക്ഷെ അതേപോലെ തന്നെ ഞാൻ പറയാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് റിവീൽഡ് I'm sorry. Statistics dash revealed multiple scams in the organization of the Commonwealth. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് ഹാസ് റിവീൽഡ് ആണോ ഹാവ് റിവീൽഡ് ആണോ വരിക? ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ സബ്ജക്റ്റ് ആണോ? അല്ല, ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ആ സ്റ്റഡിയാണ് അല്ലേ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഹാവ് റിവീൽഡ് ആണ് വരിക. അപ്പോൾ ഇവിടെ എന്താണ് മീൻ ചെയ്തത്, സബ്ജക്റ്റ് അല്ല. ഓക്കെ, ഓർഗനൈസേഷനിലെ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്, പ്ലൂരൽ വേർബാണ്. ഓക്കെ, അപ്പോൾ സബ്ജക്ട്സിന് മാത്രമാണ് എന്ത് വരേണ്ടത്, സിംഗുലർ വേർബ് വരേണ്ടത്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് എന്താ യൂസ് ചെയ്യേണ്ടത്, പ്ലൂരൽ വേർബാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ.
Gulliver's Travels. Gulliver's Travels dash famous book. Famous book. എന്താ വരിക? ഗുലീവേഴ്സ് ട്രാവൽസ് എന്ന് പറയുന്നത് എന്താണ്? ഒരൊറ്റ സിംഗിൾ ബുക്കാണ് അല്ലേ? അപ്പോൾ എന്താ വരേണ്ടത്? ഇസ് എ ഫേമസ് ബുക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ റിക്കറ്റ്സ് ആണെങ്കിലോ, റിക്കറ്റ്സ് ഡാഷ് നോട്ട് ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസ്. അങ്ങനെയാണെങ്കിൽ റിക്കറ്റ്സ് ആണോ റിക്കറ്റ്സ് ഇസ് ആണോ വരേണ്ടത്? റിക്കറ്റ്സ് ഇസ് ആണ് അല്ലേ? ബിക്കോസ് ഇറ്റ്സ് എ നെയിം ഓഫ് ദ ഡിസീസസ്, നെയിം ഓഫ് ദ ഡിസീസ് ആണ്. സോ റിക്കറ്റ്സ് ഇസ് നോട്ട് ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസസ് എന്ന് വരും. ഇനി ബിലിയാർഡ്സ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. സോ ബിലിയാർഡ്സ് ഡാഷ് പ്ലേറ്റ് ഓൾ ഓവർ USA എന്ന് പറഞ്ഞാൽ എന്താ വരേണ്ടത്? ബിലിയാർഡ്സ് ഇസ് പ്ലേറ്റ് ഓൾ ഓവർ USA. ഇനി ഇംഗ്ലീഷ് ഡാഷ് ആൻ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഇസ് ആൻ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ്. ഓക്കെ, in next one, his mathematics dash good. ഇവിടെ എന്താ വരേണ്ടത്? ഇസ് ആണോ ആണോ വരേണ്ടത്? ഹിസ് മാത്തമെറ്റിക്സ് ഇസ് ഗുഡ് ആണോ ഹിസ് മാത്തമെറ്റിക്സ് ആർ ഗുഡ് ആണോ? ഇവിടെ മാത്തമെറ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റ് ആണോ അതോ അയാളുടെ മാത്തമെറ്റിക്കൽ സ്കില്ലാണോ? മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ആ മാത്തമെറ്റിക്കൽ സ്കില്ലാണോ ഉദ്ദേശിക്കുന്നത്? സബ്ജക്റ്റ് അല്ല. ഹിസ് മാത്തമെറ്റിക്സ് ഗുഡ് എന്ന് പറയുകയാണെങ്കിൽ ഇസ് ഓർ ആർ ഗുഡ് എന്ന് പറയുകയാണെങ്കിൽ അയാളുടെ മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ മാത്തമെറ്റിക്കൽ സ്കിൽസ് ആയിരിക്കും. സോ അവിടെ എന്താ വരേണ്ടത്? പ്ലൂറൽ വേർബാണ്, സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട്. മനസ്സിലായോ? മാത്തമെറ്റിക്സ് ഇസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണെങ്കിൽ അവിടെ ഇസ് ആണ് വരേണ്ടത്. മാത്തമെറ്റിക്സ് ഇസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്, കാരണം അവിടെ എന്താണ്? സബ്ജക്റ്റ് ആണ് മാത്തമെറ്റിക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? ആ മാത്തമെറ്റിക്കൽ സ്കില്ലിനെയാണ് മാത്തമെറ്റിക്സ് എന്ന് പറയുന്നത്. ഹിസ് മാത്തമെറ്റിക്സ് ആർ ഗുഡ് എന്നാണ് വരിക. ഹിസ് മാത്തമെറ്റിക്സ് ആർ ഗുഡ്. അപ്പോൾ ഇന്നത്തെ എന്താണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് ടോപ്പിക് കഴിഞ്ഞു. ഇനി നാളെ നെക്സ്റ്റ് റൂൾസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എന്ത് ചെയ്യുക? എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. ബൈ.